Hi everyone, English ലാഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചില ചോദ്യങ്ങളാണ്. അതായത് നമ്മൾ അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ചോദ്യങ്ങൾ. പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന അല്ലെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നമ്മളൊരു സുഹൃത്തിനെ കാണുന്നു, അവരോട് ചോദിക്കുന്നു എങ്ങനെ പോകുന്നു, അല്ലേ? നമ്മൾ വളരെ കാഷ്വലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ പോകുന്നു. നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. എങ്ങനെ? ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. അപ്പോൾ ഇനി എങ്ങനെ പോകുന്നു എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ക്ലിയർ അല്ലേ? നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അത് ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു കാര്യം ഓഫീസിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം വാട്ട് ആർ യു അപ് ടു. നീ എന്താ ചെയ്യാൻ പോകുന്നത്, എന്താ നിൻ്റെ പ്ലാൻ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. വാട്ട് ആർ യു അപ് ടു, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളിത് കൃത്യമായിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എഴുതുക മാത്രമല്ല, നിങ്ങളിത് യൂസ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലൊപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ അവസരങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്ത് തുടങ്ങണം. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കൊച്ചിങ്ങനെ എന്താ പുറത്തേക്ക് പോകാൻ നിൽക്കണം, അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം വാട്ട് ആർ യു അപ് ടു, നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് സിറ്റുവേഷൻസ് നമ്മൾ കണ്ടെത്തുക, അതിനനുസരിച്ച് ഓരോ ചോദ്യങ്ങളും ഉപയോഗിച്ച് പോകാൻ മറക്കില്ല കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ വീട്ടിൽ എല്ലാ ദിവസവും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലെ ബാക്കിയുള്ളവരോട് ചോദിക്കുകയാണ് ഇന്ന് രാത്രി നമുക്ക് പുറമേ നിന്ന് ഭക്ഷണം കഴിച്ചാലോ, ഇന്ന് രാത്രി നമുക്ക് പുറമേ നിന്ന് ഭക്ഷണം കഴിച്ചാലോ. എങ്ങനെ ചോദിക്കും? ഇങ്ങനെ ചോദിക്കാം, ഷാൽ വി ഈറ്റ് ഔട്ട് ടുനൈറ്റ്. എങ്ങനെയാണ്? ഷാൽ വി ഈറ്റ് ഔട്ട് ടുനൈറ്റ്. ഇന്ന് നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണമുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ പറയാം, ഷാൽ വി ഈറ്റ് ഔട്ട് ടുനൈറ്റ്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. നിങ്ങളുടെ സുഹൃത്ത് ബാംഗ്ലൂരിന് പോകാൻ നിൽക്കുകയാണ്. ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണം അതിൻ്റെ സമയം എപ്പോഴാണ്. ട്രെയിനാവാം, ബസ്സാവാം, ഫ്ലൈറ്റ് ആവാം, അതിൻ്റെ സമയം അറിയണം. എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? നിൻ്റെ ട്രെയിൻ എപ്പോഴാണ്, നിൻ്റെ ബസ് എപ്പോഴാണ്, അല്ലേ? അല്ലെങ്കിൽ നിൻ്റെ ഫ്ലൈറ്റ് എപ്പോഴാണ്. അതെങ്ങനെ ചോദിക്കും? വാട്ട് ടൈം ഈസ് യുവർ ട്രെയിൻ, അല്ലെങ്കിൽ വാട്ട് ടൈം ഈസ് യുവർ ബസ്, വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ്. കണ്ടോ, വാട്ട് ടൈം ഈസ് യുവർ എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഒന്ന് ചോദിച്ചേ, വാട്ട് ടൈം ഈസ് യുവർ ട്രെയിൻ, വാട്ട് ടൈം ഈസ് യുവർ ട്രെയിൻ. നിൻ്റെ ട്രെയിന് എത്ര മണിക്കാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പലരും തെറ്റുവരുത്തുന്ന ഒരു ചോദ്യമാണിത്. നീ എവിടെയാണ് താമസിക്കുന്നത്? വേർ ആർ യു ലീവിങ് എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വേർ ആർ യു സ്റ്റേയിങ്. പക്ഷെ അതല്ല അതിൻ്റെ യഥാർത്ഥ യൂസേജ്. ഇതിങ്ങനെയാണ് ചോദിക്കേണ്ടത്, വേർ ഡു യു ലീവ്. നീ എവിടെയാണ് ജീവിക്കുന്നത്, നീ എവിടെയാണ് താമസിക്കുന്നത്, വെർ യു ലീവ്. അപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ പുതിയൊരാൾ വന്നു, അവരോട് നിങ്ങൾക്ക് ചോദിക്കണം എവിടെ താമസിക്കുന്നത്, വെർ യു ലീവ്, നീ എവിടെയാണ് താമസിക്കുന്നത്, അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, വെർ ഡു യു ലീവ്, വെർ ആർ യു ലിവിങ് എന്ന് ചോദിക്കരുത്. അത് തെറ്റായൊരു യൂസേജ് ആണ്. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്, നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്. നമ്മൾ ഡെയിലി റൊട്ടീനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരാൾ ചോദിക്കാവുന്ന ചോദ്യമാണ് നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്. വെൻ ഡു യു ഗോ ടു ബെഡ്, നീ എപ്പോഴാണ് കിടക്കാൻ പോകുന്നത്. വെൻ ഡു യു ഗോ ടു ബെഡ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇനി എപ്പോഴെങ്കിലും ഒരു സുഹൃത്ത് എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ എന്ത് ചോദിക്കാം? വെൻ ഡു യു ഗോ ടു ബെഡ്. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. നീ എന്താണ് ചെയ്യുന്നത്, നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ എങ്ങനെ ചോദിക്കും? വാട്ട് ആർ യു ഡൂയിങ്, അല്ലെ? വാട്ട് ഈസ് യുവർ ജോബ്. അത് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ചോദിക്കാവുന്നത്? വാട്ട് ഡു യു ഡു, നീ എന്താണ് ചെയ്യുന്നത്. വാട്ട് ഡു യു ഡു. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ എം എ ഡോക്ടർ, ഐ എം എ മെക്കാനിക്, ഐ എം എ ട്രെയിനർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രൊഫഷനാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത് ജോലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ? വാട്ട് ഡു യു ഡു, അല്ലേ? വേറൊരാളെ കുറിച്ചാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? വാട്ട് ഡസ് ഹി ഡു, വാട്ട് ഡസ് ഹി ഡു. ക്ലിയർ ആണല്ലോ? ദാറ്റ് റിലേറ്റ്സ് ടു ദ പ്രൊഫഷൻ, അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇനി വേറൊരു സിറ്റുവേഷനാണ് കേട്ടോ. നമ്മളൊരു കടയിൽ പോകുന്നു, രണ്ട് ഡ്രസ്സ് എടുത്തു, അല്ലെ? രണ്ട് ഷർട്ട് ആവാം, അല്ലെങ്കിൽ രണ്ട് ചുരിദാർ ആവാം. രണ്ടും എടുത്തിട്ട് ഒന്ന് യെല്ലോ ആണ്, ഒന്ന് ഗ്രീൻ ആണ്. നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളോട് ചോദിക്കുന്നു ഇതിൽ ഏതാണ് നല്ലത്. എങ്ങനെ ചോദിക്കാം? സിമ്പിൾ ആണ്, വിച്ച് ഈസ് ബെറ്റർ. ഇതാണോ നല്ലത്, അല്ലേ? വിച്ച് ഈസ് ബെറ്റർ. ഒന്ന് ചോദിച്ചേ, വിച്ച് ഈസ് ബെറ്റർ. ഇനി 10ാമത്തെ ചോദ്യം. ഇതും മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അവൻ എപ്പോൾ തിരിച്ചെത്തും, അവൻ എപ്പോൾ തിരിച്ചെത്തും. ശ്രദ്ധിച്ചോണേ, അവൻ എപ്പോൾ തിരിച്ചെത്തും എന്നാണ്. എങ്ങനെയായിരിക്കും അത് ഇംഗ്ലീഷ്?
പലരും ചോദിക്കും വെൻ വിൽ ഹി കം ബാക്ക്. അതെ, അവൻ എപ്പോൾ തിരിച്ചു വരും എന്നാണ്, തിരിച്ചെത്തുമെന്നല്ല. അവൻ എപ്പോൾ തിരിച്ചെത്തും എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ്? വെൻ വിൽ ഹി ബി ബാക്ക്. വെൻ വിൽ ഹി ബി ബാക്ക്. വെൻ വിൽ ഹി ബി ബാക്ക്. അവൻ എപ്പോൾ തിരിച്ചെത്തും. നമ്മളിപ്പോൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ അവിടെ കാണാനില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരൻസിനോട് ചോദിക്കുകയാണ് വെൻ വിൽ ഹി ബി ബാക്ക്. അവൻ എപ്പോൾ തിരിച്ചെത്തും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് 10ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്ര ദൂരമുണ്ട്? അല്ലെ, നമ്മൾ വളരെ കാഷ്വൽ ആയിരിക്കുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് എത്ര ദൂരമുണ്ട് എങ്ങനെ ചോദിക്കാം? ഹൗ ഫാർ ഈസ് ദ ബസ് സ്റ്റോപ്പ്, അല്ലെങ്കിൽ ഹൗ ഫാർ ഇസ് ദ ബസ് സ്റ്റോപ്പ് ഫ്രം ഹിയർ. ഫ്രം ഹിയർ ഇല്ലെങ്കിലും അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇങ്ങനെ ചോദിക്കാം, ഹൗ ഫാർ ഈസ് ദ ബസ് സ്റ്റോപ്പ്. അല്ലെ, ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ ഈസ് ദ ബസ് സ്റ്റോപ്പ് ഫ്രം ഹിയർ. എങ്ങനെയാണ് ഹൗ ഫാർ എന്ന് വെച്ചാൽ എത്ര ദൂരമുണ്ടെന്നാണ് കേട്ടോ. ഹൗ ഫാർ ഈസ് ബാംഗ്ലൂർ ഫ്രം കൊച്ചിൻ. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് എത്ര ദൂരമുണ്ട്? ആ വാക്ക് മറക്കല്ലേ, ഹൗ ഫാർ. ക്ലിയർ ആണല്ലോ? സോ ഹൗ ഫാർ ഈസ് ദ ബസ് സ്റ്റോപ്പ് ഫ്രം ഹിയർ. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. ഇതൊക്കെ സ്കൂളിൽ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ്, അല്ലെങ്കിൽ ഓഫീസിൽ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ്. ഒരു ബാഗ് ഇതിങ്ങനെ ഇരിക്കുന്നു, അതിന് ഉടമസ്ഥനൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇത് ആരുടെ ബാഗാണ്? എങ്ങനെ ചോദിക്കും? ഹൂസ് ബാഗ് ഇസ് ദിസ്. ഹൂസ് ബാഗ് ഇസ് ദിസ് എന്ന് ചോദിച്ചേ. ഹൂസ് ബാഗ് ഇസ് ദിസ്. ഇത് എന്തിൻ്റെ ഒപ്പം ഉപയോഗിക്കാൻ കേട്ടോ? ഇത് ആരുടെ പേനയാണ്? ഹൂസ് പെൻ ഇസ് ദിസ്. അല്ലെങ്കിൽ ഇത് ആരുടെ മൊബൈലാണ്? ഹൂസ് മൊബൈൽ ഇസ് ദിസ്. അങ്ങനെ ഏത് സിറ്റുവേഷനിലും ഇത് ആരുടെയാണെന്ന് അറിയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹൂസ് എന്ന് പറയുന്ന വാക്ക് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഹൂസ് ബാഗ് ഇസ് ദിസ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ വേറൊരു സിറ്റുവേഷനിലേക്ക് എത്തണം കേട്ടോ. നമ്മൾ ഒരാളുടെ ശീലത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നീ എത്ര തവണ അമ്പലത്തിൽ പോകാറുണ്ട്? അല്ലെങ്കിൽ ഒരാഴ്ച നീ എത്ര തവണ അമ്പലത്തിൽ പോകാറുണ്ട്? അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് എന്താണെന്നറിയാമോ? ഹൗ ഓഫൺ. ഹൗ ഓഫൺ. അതിന് ഉത്തരം എങ്ങനെയായിരിക്കും കിട്ടുന്നത്? 2 തവണ. ഞാൻ മാസത്തിൽ 3 തവണ പോകാറുണ്ട്. ഞാൻ വർഷത്തിൽ 5 തവണ പോകാറുണ്ട്. അല്ലേ? അത് ഫ്രീക്വൻസി എത്രത്തോളം അടുത്ത് വരുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആഴ്ചയിൽ പോകുന്നവരാണെങ്കിൽ പറയും ഞാൻ ആഴ്ച 2 തവണ പോകും. അല്ലെങ്കിൽ വർഷത്തിൽ 1-2 തവണ പോകുന്നവരാണെങ്കിൽ അങ്ങനെ പറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, നീ എത്ര തവണ ഒരാഴ്ചയിൽ അമ്പലത്തിൽ പോകാറുണ്ട് എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ചോദിക്കാം, ഹൗ ഓഫൺ ഡു യു ഗോ ടു ടെമ്പിൾ. ടെമ്പിൾ ആവാം, ചേർച്ച് ആവാം, മോസ്ക് ആവാം, എന്തും ആവട്ടെ. സോ ഐ ഗോ ടു മോസ്ക് 5 times a week. അല്ലേ? ഇങ്ങനെ ഉത്തരം വരാം. അല്ലെങ്കിൽ ഐ ഗോ ടു ടെമ്പിൾ 3 times a week. ഐ ഗോ ടു ചേർച്ച് 2 times a week. ഇത് പല രീതിയിൽ നമുക്ക് ഉത്തരങ്ങൾ കിട്ടാം. അപ്പം ഹൗ ഓഫൺ എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതായത് അത് എത്രത്തോളം ആവർത്തിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ഓരോരുത്തരും എത്ര ഫ്രീക്വൻസിയിൽ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അവർ പറയുന്നത് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ആനുവലി എന്നുള്ള കാര്യം. ക്ലിയർ ആണല്ലോ? സോ ഹൗ ഓഫൺ ഡു യു ഗോ ടു ടെമ്പിൾ? ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി നമ്മൾ കടയിൽ പോയിട്ട് പുതിയൊരു ഷർട്ട് വാങ്ങാൻ പോവാണ്, പുതിയൊരു ചുരിദാർ വാങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇട്ട് നോക്കണം. നമുക്ക് എങ്ങനെ സെയിൽസ്മാനോട് ചോദിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ ചോദിക്കും, ഞാനിത് ഇട്ട് നോക്കിക്കോട്ടെ. അല്ലേ? അതാണ് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം, മേ ഐ ട്രൈ ഇറ്റ് ഓൺ. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള വളരെ ഫോമൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. കുറച്ചുകൂടി കാഷ്വൽ ആയിട്ട് ചോദിക്കാം, എനിക്കിത് ഇട്ട് നോക്കാമോ? ക്യാൻ ഐ ട്രൈ ഇറ്റ് ഓൺ? അല്ലേ? മേ ഐ എന്ന് വെച്ചാൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് പോലാണ്. ക്യാൻ ഐ അത്രയും പൊളൈറ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, മേ ഐ ട്രൈ ഇറ്റ് ഓൺ. അല്ലേ? ഇട്ട് നോക്കുക എന്താണ്? ട്രൈ ഇറ്റ് ഓൺ എന്നാണ് അതിൻ്റെ യൂസേജ് കേട്ടോ. ട്രൈ ഇറ്റ് ഓൺ. മേ ഐ ട്രൈ ഇറ്റ് ഓൺ അല്ലെങ്കിൽ ക്യാൻ ഐ ട്രൈ ഇറ്റ് ഓൺ. ഇനി നമ്മൾ ഒരു പ്രോഗ്രാമിന് പോവാണ്. നമ്മൾ കുറച്ച് നേരത്തെ എത്തി, നമ്മൾ അവിടെ പോയി ഇരിക്കുവാണ്, ഒന്നും തുടങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതെപ്പോഴാണ് തുടങ്ങുന്നത്? നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും അല്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? വെൻ ഡസ് ഇറ്റ് ബിഗിൻ എന്ന് പറഞ്ഞ് വെൻ ഡസ് ഇറ്റ് ബിഗിൻ. ഇത് എപ്പോഴാണ് തുടങ്ങുന്നത്? വെൻ ഡസ് ഇറ്റ് ബിഗിൻ എന്ന് പറഞ്ഞ് വെൻ ഡസ് ഇറ്റ് ബിഗിൻ. ഇനി നമ്മൾ 15ാമത്തെ സിറ്റുവേഷനിലേക്ക് പോകണം കേട്ടോ. നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഒരു പാർട്ടിയിലായിരുന്നു. അപ്പോൾ ഈവനിങ് 10-12 മണിയായി, നമ്മളൊക്കെ പിരിഞ്ഞു. പലരും ദൂരെയുള്ളവരൊക്കെയാണ്, പല വഴിക്കാണ് പോകുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റപ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചു, ഹേയ് നീ എപ്പോഴാണ് വീട്ടിലെത്തിയത്? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വെൻ ഡിഡ് യു ഗെറ്റ് ഹോം. എങ്ങനെ? വെൻ ഡിഡ് യു ഗെറ്റ് ഹോം. നീ എപ്പോഴാണ് വീട്ടിലെത്തിച്ചേർന്നത്? അല്ലേ? നല്ല യൂസേജ് അല്ലേ? അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ ഇത് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കണ്ടത് 15 ചോദ്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 15 ചോദ്യങ്ങളാണ്. ഈ 15 ചോദ്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. അത് നിങ്ങൾ പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങളത് ഉപയോഗിക്കാനും തുടങ്ങണം. കാരണം അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ ഇത് നിങ്ങളുടെ ഒപ്പം നിൽക്കില്ല, നിങ്ങളിത് മറന്നുപോകും അല്ലേ? അപ്പോൾ സിറ്റുവേഷൻസ് ഉണ്ടാക്കുക. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഐ സീ യു സൂൺ. താങ്ക് യു.